ഗബ്രി പുറത്തു പോയി. അങ്ങനെ ജാസ്മിൻ്റെ നാടകമായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച അവസാനം മുതൽ ഇതുവരെ കണ്ടിട്ടുള്ളത്. പിന്നെ അതാ പോകുന്നു പറയതോ എൻ്റെ അമ്മേ എന്തോടെ ഇത്. ഇന്നലെ രാത്രി പിന്നെ ഡ്രാമയായിരുന്നു. മറ്റേ സാവുമായിട്ട് ലൈവിൽ ഒരു ചെയിനോ എന്തോ ഒരു സാധനമുണ്ട്, അതെനിക്ക് തിരിച്ചു വേണം ഈ കായ് 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 കാക്കാ കാക്കാ കാക്കോ കാക്കി കോക്കോ എന്നൊക്കെ പറഞ്ഞ ബഹളമായിരുന്നു. അതെന്താണേലും കഴിഞ്ഞു. അതിഥികൾ പുറത്തുപോയി. ഇത് മറ്റേ നോറ കൈ കെട്ടിയിട്ടുള്ള പ്രകടനമായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ സംഭവമാണത്. മറ്റേ ജിൻഡോ സ്മോക്കിംഗ് ഏരിയയിലേക്ക് സ്മോക്ക് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നോറയെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞ് ലാലേട്ടൻ്റെ അടുത്ത് വഴി പരാതി പറഞ്ഞാണ് നമ്മൾ കണ്ടത്. എനിക്ക് ആ സ്മോക്ക് അലർജിയാണ്, എനിക്ക് ആ സ്മോക്ക് എന്ന് പറഞ്ഞാൽ ട്രോമയാണ്, എനിക്ക് ആനയാണ് അണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞനിയത്തിയുടെ കാര്യം പറഞ്ഞ് അവളെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവൾക്ക് ഹാർട്ടിൽ തുളയുണ്ടായിരുന്നു എന്തോ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത്രയും തരം താഴ്ന്ന ഒരു പെണ്ണ് ഈ ബിഗ് ബോസിലുണ്ടായിട്ടില്ല. ജാസ്മിൻ അവളും ഒരേ കാറ്റഗറിയാണ്, തരം താഴ്ന്ന കാറ്റഗറിയാണ്. അത് എന്ത് കളിക്കും ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് നാണക്കേട് സഹിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ മാച്ചാവാത്ത, ഇവർ തമ്മിൽ അടിയാവുന്നത്. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാബു സ്മോക്കിംഗ് ഏരിയയിലാണ്. അവിടെ പോയി സാബുവിൻ്റെ അടുത്ത് കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് സാബു വിളിച്ചിരുന്നെങ്കിൽ ഇവൾ ആ സിഗരറ്റ് ലൈറ്റ് ചെയ്ത് വരെ കൊടുത്തേനെ. അമ്മാതിരി കൊഞ്ചലായിരുന്നു സാബുവിൻ്റെ അടുത്ത്. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. സാബുവിനെ പഠിച്ച കൊള്ളാനാണല്ലോ. എന്താണേലും സാബു നല്ല രസമായിട്ട് ഊക്കിയിട്ട് പോയി. നോറയെ ഊക്കി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഊക്കല്ല കേട്ടോ, മറ്റേ വാക്കുകളിലൂടെ ഊക്കിയിട്ട് പോയി. നോറ ഭയങ്കര ഇൻസ്റ്റൻറ്റ് സ്റ്റോറിയൊക്കെ പറയുന്ന ആളാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കി വിട്ടിട്ട് പോയി. ജിൻഡോയെക്കുറിച്ച് അങ്ങനെ പരാതി പറഞ്ഞ ആൾക്ക് എങ്ങനെ ഇവിടെ പോയി കയറി നിൽക്കാൻ പറ്റുന്നത്, ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? ഇപ്പോൾ നമ്മൾ ചോദിച്ചാൽ പറയുമ്പോൾ ഇത് ഭയങ്കര ഡിസ്റ്റൻസാണ്. ജിൻഡോയുടെ കയ്യിൽ എൻ്റെ കൈ കെട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ജിൻഡോയുടെ സിഗരറ്റ് എൻ്റെ വായിൽ വെച്ച് വേണേ ജിൻഡോ വലിച്ചേനെ. അതുകൊണ്ടാണ് ഞാൻ ജിൻഡോയെക്കുറിച്ച് അങ്ങനെ റിയാക്ട് ചെയ്തതെന്ന്. മോള് മറ്റേ ചിരിക്കുന്ന കണ്ടില്ലേ, ആക്ഷൻ കണ്ടില്ലേ, തല മൊത്തം പേനും മറ്റുള്ള സ്ഥലത്ത് മറ്റേ പാമ്പൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അതായത് മറ്റൊരു സാധനം അപ്സര ഈ ആഴ്ച ഔട്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവൾക്ക് വോട്ടൊക്കെ കുറേ ഉണ്ടെന്നാണ് തോന്നുന്നത്. കുലുങ്ങുന്ന കണ്ടില്ലേ, ആർമി ഓഫീസറിൻ്റെ മോള കേട്ടോ. പിന്നെ പണ്ടത്തെ NCC NSS എന്തോ സംഭവമൊക്കെ വെച്ച് തള്ളുന്നുണ്ടായിരുന്നു മറ്റേ പാവം ലാലേട്ടൻ്റെ അടുത്ത്. എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച മറ്റേ റോബോട്ട് മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് ആകെ രസമായിരുന്നു. റോബോട്ടിനെ തല്ലി രശ്മിൻ, പക്ഷേ രശ്മിനെ പുറത്താക്കിയൊന്നുമില്ല. നമ്മുടെ 2 ഗസ്റ്റ് വന്നല്ലോ, സാബുവും ശ്വേതയും വന്നപ്പോൾ അത് എന്ത് കൺസെപ്റ്റാണെന്നാണ് മനസ്സിലാവാത്തത്. ഈ 2 പേര് മാത്രമേ സംഭവിച്ചുള്ളൂ എന്ന് തോന്നുന്നു. അല്ല, സാബു പക്ഷേ ഭയങ്കര ബിസിയാണെന്നാണ് പറയുന്നത്. എന്താണേലും വന്നു പോയി, അതെന്താണേലും പോട്ടെ. ഇത് നമ്മുടെ ഇരുന്ന് കരയാണ് കൺഫെഷൻ റൂമിൽ. കാരണം എന്താ വെച്ചാൽ ജാസ്മിനെ തല്ലി. അത് പക്ഷേ ലൈവിലോ എപ്പിസോഡിലോ ഒന്നും കാണിച്ചില്ല. ചിലപ്പോൾ മറ്റേ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കാണിക്കുമായിരിക്കും. എന്നിട്ട് അങ്ങനെ പോയിതാ പോകുന്നാട്ടിൽ ഒരു പ്രേതം പോകുന്ന പോലെ ജാസ്മിൻ. അത് ഇന്ന് രാവിലെ ലൈവിൽ നിന്ന് ഞാൻ എടുത്താണ്. എന്താ ഇത് മേക്കപ്പിൻ്റെ. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഒരു പ്രോമോയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരണ്യ, നന്ദന, നമ്മുടെ ശ്രീരേഖ, ഇവർ 3 പേരാണ് മത്സരിക്കുന്നത്. ശ്രീരേഖ ഈ ആഴ്ച ഔട്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം വോട്ട് വളരെ കുറവാണ്. പക്ഷേ ശ്രീരേഖ ക്യാപ്റ്റൻസിയിൽ ജയിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്ക് കുറച്ച് കട്ടിയ 4 കട്ട ഇഷ്ടിക വെച്ചിട്ട് അതിങ്ങനെ മാറ്റി വായിൽ കൊടിയും പിടിച്ചുകൊണ്ട് പോകണം. വായിൽ വെക്കാൻ പറ്റിയ സാധനമാണല്ലോ കൊടി. ഇത് നമ്മുടെ ഗസ്റ്റുകൾ പുറത്ത് പോകുന്നതിന് മുമ്പേ അവരുടെ ഫോട്ടോയൊക്കെ കാണിച്ച് അവരിങ്ങനെ ഒരു പ്രൊമോയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഗസ്റ്റ് വന്നതും പോയതും ഒക്കെ. പക്ഷേ എന്നാലും ഈ ആൾക്കാർ ആകെ സീരിയസ് ആണ് എന്നാണ് ബിഗ് ബോസ് ഇന്നലെ നമ്മുടെ പവർ റൂമിനായിട്ട് ഊക്കി വിട്ടത്. അത് അവർക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ. ശ്വേതാ മേനോൻ പുറത്ത് പോയി. അവർക്ക് പിന്നെ പുറത്ത് പോകണമെന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഇയാളെന്തോ രജനീകാന്തിൻ്റെ കൂടെ അഭിനയിക്കാന്നൊക്കെ പറയുന്നത് കേട്ട്. ശ്വേതാ മേനോൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. ജിൻഡോയെ ചക്കരയെന്ന് വിളിച്ചു. വാടാ ചക്കരയെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചെന്ന് പോകുന്നതിന് മുമ്പ് അത് ഭയങ്കര സംഭവമായിട്ടുണ്ട്. കാരണം ജിൻഡോ അത്രയും നല്ലവനാണെന്ന് പറയുന്നത്. ഇത് നമ്മുടെ സായി സീക്രട്ട് ഏജൻറ്റ് മറ്റേ കല്ല് അടിച്ചു മാറ്റുന്നതിന് മുമ്പ് കല്ല് തപ്പിയെടുക്കുന്നതിന് മുമ്പ് എന്നാണേലും സാബു പുറത്ത് പോകുന്നതിന് മുമ്പ് ഒരു ക്ലൂ കൊടുത്തിട്ടാണ് പോയത്. ഇരുണ്ട സ്ഥലം, നനഞ്ഞ സ്ഥലം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും മറ്റേ ടോയ്ലറ്റിലേക്കൊക്കെ ഓടി. പക്ഷേ സംഭവം ഫ്രീസറിനകത്തുണ്ടായിരുന്നു, ഫ്രിഡ്ജിനകത്ത്. അതെന്താണെങ്കിലും നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഭയങ്കര സീക്രട്ട് മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. പോയി എടുത്തു. പക്ഷേ സീക്രട്ടായിട്ടുള്ള ആൾ മറ്റേ ബിഗ് ബോസ് ചോദിച്ചു എന്തുകൊണ്ട് സൈ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലുണ്ട് സർ കല്ല് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമ്മതിച്ചു. എന്നിട്ട് ബിഗ് ബോസ് ഊക്കി വിട്ടു. ബിഗ് ബോസ് പറഞ്ഞു ഞാനതിൻ്റെ കാര്യമൊന്നും ചോദിച്ചില്ലല്ലോ സൈ. ഇത് എന്തുകൊണ്ടാലും സായിയുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും അടിച്ചു മാറ്റുമോ എന്ന് നോക്കാം. അടുത്ത
ഒരു ചില മണിക്കൂറിനകത്തൊക്കെ അതൊക്കെ സംഭവിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ലൈവിൽ സംഭവിച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ചത്തെ സംഭവമൊക്കെയാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച കണ്ടുകൊണ്ടിരിക്കുക, കാരണം വെള്ളിയാഴ്ച മറ്റേ ലാലേട്ടൻ വരികയാണല്ലോ. വെള്ളിയാഴ്ച ഇയാൾ വരും, ഇയാൾ വന്നിട്ട് എന്താ മോളെ എന്താ മോനെ എന്നൊക്കെ പറഞ്ഞ് രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് അങ്ങ് പോകുമായിരിക്കും. എന്നാണേലും നോക്കാം ഈ വരുന്ന ആഴ്ച. എന്നാണേലും ഗബ്രി പോയത് ഒരു സമാധാനം. ജിൻഡോയ്ക്ക് അത്യാവശ്യം ഓട്ടൊക്കെ ഉണ്ട്. ജിൻഡോ ഭയങ്കര ജെന്യൂനാണ്, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ സാബു മോനും ഈ ശ്വേതാമേനോനും പറഞ്ഞത് മറ്റേ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണേലും ഇതെല്ലാം കൂടി നിൽപ്പുണ്ട്. എന്താണേലും അടുത്ത ദിവസം കാണാം. ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. ഈ ആഴ്ച ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഈ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.